അപ്പൊ ഈ മാപ്രകൾ അങ്ങനെ പറഞ്ഞുകൂടാ. ഈ നമ്മുടെ മാധ്യമങ്ങൾ എന്താ പറയുമോ, കേരളം ചോദിക്കാത്തോണ്ട് കിട്ടാണ്ടിരിക്കുകയാണ്, കത്തിന് മറുപടി പറയാത്തോണ്ട് തരാത്തല്ല. കേന്ദ്രം തരാത്തൊരു കുറ്റം ഉണ്ടാവില്ല. ആകെ ഉണ്ടാവുന്ന കുറ്റം നമ്മൾ ചോദിച്ചതിൽ തെറ്റി. ഒരിക്കലും ഇവരെല്ലാം കൂടി എഴുതല്ലോ, ചോദിച്ചതിന്റെ അളവ് കൂടിപ്പോയി. കിട്ടാത്തതിന്റെ കാരണേ ചോദിച്ചതിന്റെ അളവ് കൂടിപ്പോയി എന്ന്. ഏറ്റവും കൂടുതൽ കണക്കറിയുന്നവരൊക്കെ ഈ പത്രാഫീസിലല്ലേ ജോലി ചെയ്യുന്നത്. TV ചാനലിലും മറ്റേ 9 മണി ചർച്ചേന്റെ ആങ്കറുമായിട്ട് ഇരിക്കുന്ന ആൽബർട്ട് ഐൻസ്റ്റൈനേക്കാളും വലിയ ശാസ്ത്രകാരന്മാരും കണക്ക് വിദഗ്ധന്മാരുമാണല്ലോ ഭാര്യ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ അവിടെ ഇരിക്കുന്നത് ഇവനാണല്ലോ സർവ്വവിജ്ഞാന കോശം. അവിടുന്ന് ഞാൻ ബാക്കി പറയുന്നില്ല. ആലോചിച്ച് നോക്കൂ, യഥാർത്ഥത്തിൽ എന്താ അവിടെ സംഭവിക്കുന്നത്? ഏതെങ്കിലും ഒരു മേഖലയിൽ കേരളം പുറകോട്ട് പോയോ? ഏതെങ്കിലും ഒരു മേഖലയിൽ ക്വാളിറ്റി ഓഫ് ദി പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ഇരിക്കുന്നുണ്ടോ? എന്നാൽ ലോകത്തൊന്നാമത്തതാണ് ഈ കേരളത്തിൽ പാവങ്ങൾ കൊടുക്കുന്ന പൊതുവിദ്യാഭ്യാസം. മനസ്സിലാക്കും നിങ്ങൾ. എന്താ US ചർച്ച? എന്താ ട്രംപിന്റെ പ്രസംഗം? അവിടുത്തെ വെളുത്തവന്റെ കുട്ടി പഠിക്കുന്ന സ്കൂളിന്റെ സൗകര്യക്കുറവിനെ കുറിച്ചാണ്. ഞങ്ങളുടെ കുട്ടിക്ക് ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസം കിട്ടുന്നു, ക്വാളിറ്റി ഇല്ലാത്ത വിദ്യാഭ്യാസം കിട്ടുന്നു എന്നാണ്. അതാ US ചർച്ച ചെയ്ത്. അതാണ് വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയ അജണ്ട. യൂണിവേഴ്സിറ്റി കയറാൻ പറ്റുമോ? എന്താ യൂറോപ്പിലെ സ്ഥിതി? എന്താ ഇംഗ്ലണ്ടിലെ സ്ഥിതി? ഇംഗ്ലണ്ടിന് പുതിയ സമ്പ്രദായം കൊണ്ടുവന്നു. ഓരോ വർഷത്തെയും പണപ്പെരുപ്പ നിരക്കിന്റെ അനുപാതത്തിൽ യൂണിവേഴ്സിറ്റികളിൽ ഫീസ് വർദ്ധിപ്പിക്കുന്നതാണ്. മനസ്സിലായോ? 3% പണപ്പെരുപ്പ കുറി കൂടിയ 3% ഫീസോടെ യൂണിവേഴ്സിറ്റി വർദ്ധിപ്പിക്കും. അങ്ങനെയാണ്. അങ്ങനെ വർദ്ധിപ്പിക്കുന്ന ഫീസ് അവിടുത്തെ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാൻ ഇന്ത്യ പോലെയുള്ള പിന്നോക്ക രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളെ കൊണ്ടുവരുന്നതാ. മനസ്സിലായോ? ഇന്ത്യ പോലുള്ള ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് 2 തരം ഫീസാ. നമ്മളിവിടുന്ന് വരുന്ന കുട്ടിക്ക് 4 ഇരട്ടി ഫീസാ. അങ്ങനെ അവിടെ നിലവാരം കൂടിയിട്ടുണ്ടോ? പണമില്ലാത്ത യൂണിവേഴ്സിറ്റികൾ തുടങ്ങിയിരിക്കുന്ന ഓഫ് ക്യാമ്പസുകളാണ്. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഓഫ് ക്യാമ്പസുകളാ. പെട്ടിക്കട പോലെയുള്ള MBA വിദ്യാഭ്യാസം അവിടെ. ഇവിടുന്ന് കുറെ കുട്ടികൾ പോകുന്നുണ്ട്. നന്നായി സൂക്ഷിച്ചില്ലെങ്കിൽ പോയ കാശ് പോയി കിട്ടും. അതാ എന്നാ ഇവിടെ എഴുതുന്നത്. നമ്മളെ പത്രക്കാരൻ എന്താ എഴുതുന്നത്? അയ്യോ, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം തകർന്നു, അതുകൊണ്ട് എല്ലാവരും കൂടി പുറത്തേക്ക് പോയി. അങ്ങനെയാണോ സംഭവിച്ചിരിക്കുന്നത്? അക്രഡിറ്റേഷൻ തന്നെ ഒരു സാധനമുണ്ട് ഇന്ത്യയിൽ. 9 മണി ചർച്ചക്കാർക്ക് അറിയില്ല, പക്ഷെ അങ്ങനെ ഒരു സാധനമുണ്ട്. ആ അക്രഡിറ്റേഷൻ വെച്ച് നോക്കിയാൽ കേരളത്തില് സർവകലാശാലകളുടെ മുഴുവൻ അക്രഡിറ്റേഷൻ നിലവാരം കൂടിയോ കുറഞ്ഞോ? അക്രഡിറ്റേഷനിൽ A+ഉം AA ഒക്കെ കിട്ടുന്ന കോളേജുകളുടെ എണ്ണം കൂടിയോ കേരളത്തിൽ? ഞാനിവിടെ ഒരു യാത്ര നടത്തിയിരുന്നു. ഏതാനും അധ്യാപകരുണ്ടായിരുന്നു. 3-4 സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ക്രിസ്തീയ കോളേജുകളുടെ അധ്യാപകന്മാർ ഞങ്ങളൊരു ചർച്ച നടത്തി. അവരെന്നോട് പറഞ്ഞു, ഈ കേരളത്തിലുള്ളൂട്ടോ മര്യാദയ്ക്ക് കുട്ടികളെ മര്യാദയ്ക്ക് പഠിപ്പിക്കുന്ന സ്ഥലത്ത് അവർ മറ്റു 3 സംസ്ഥാനത്ത് വേറെ പഠിപ്പിക്കുന്നുണ്ട് കോളേജിൻ്റെവർക്ക്. ഇവിടെയാ കുട്ടികൾ പുറത്തേക്ക് കൊണ്ട് എന്തുകൊണ്ടാ? പകുതിയിലേറെ അതിന് ജോലിയാ. അല്ല, ഏറ്റവും മികച്ച വിദ്യാർത്ഥിയാണോ പുറത്തേക്ക് കൊണ്ട്? ആണോ? നമ്മുടെ ഏറ്റവും മികച്ച സ്റ്റുഡന്റ് പുറത്തേക്ക് കൊണ്ടാ? അവരാണോ പുറത്തു പോകണത്? അല്ലല്ലോ. ആരെങ്കിലും ആണ് പോവാ? വലിയ ഫീസാ. പറമ്പ് വിറ്റാ പോണേ. ആരിഫ് മുഹമ്മദ് ഖാൻ ആകെ ഒരു സത്യം പറഞ്ഞിട്ടുള്ളൂ, പറമ്പ് വിറ്റ് കുട്ടികളെ പഠിപ്പിക്കുന്നവരാണ് മലയാളികൾ എന്നുള്ള ഏക സത്യമാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ സംഭാവന. പോണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പുറത്തു കൊണ്ട് ഇവിടുന്ന കേരളത്തിൽ നിന്നാ? അല്ല, അത് ഉത്തർപ്രദേശിൽ നിന്നാണ്. 2ാമത്തെ ഇവിടുന്ന ബീഹാറിൽ നിന്നാണ്. 3ാമത്തെ ഇവിടുന്ന മഹാരാഷ്ട്രയിൽ നിന്നാണ്. ഏറ്റവും വലിയ കോച്ചിങ് കേന്ദ്രം പാലയല്ല, അത് കോട്ടയാണ്. അവിടെയാണ് ലക്ഷക്കണക്കിന് കോടി റുപ്യ കൈമറിഞ്ഞു പോകുന്നത്. അവിടെയാണ് കുട്ടികൾ മൂത്രപ്പരയിൽ ദുഃഖം എഴുതി വയ്ക്കുന്നത്. പഠിച്ചു പോകണം മാപ്ര. അവിടെ മറ്റേ ഈ ആങ്കർമാർ പഠിച്ചു പോകണം. എന്താ നടക്കുന്നത്? എന്താണ് ഇന്ത്യ എന്ന്, എന്താണ് ലോകം എന്ന് വെറുതെ ഇരുന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരെ കുറ്റം പറയാൻ വേണ്ടി കാച്ചിക്കൊണ്ടിരിക്കുക. ഇവിടെ നമ്മുടെ സർവകലാശാലകൾ, അതിന്റെ വിഭവം, ഓരോ സർവകലാശാലയിലും 100 കണക്കിന് കോടി രൂപയുടെ പുതിയ നിക്ഷേപങ്ങൾ കേന്ദ്രം മുഴുവൻ തരൂല. ഇപ്പോ റേറ്റ് ഉണ്ട്. ആ അനുപാതത്തിൽ മുഴുവൻ കേരളം ചെലവാക്കുക. ഉത്തർപ്രദേശിലെ 20 ജില്ലാ ആശുപത്രികൾ സ്വകാര്യവൽക്കരിച്ചു. 20 ജില്ലാ ആശുപത്രി ചെന്നാൽ അവർക്ക് സ്വകാര്യവൽക്കരിച്ചിരിക്കുക.
10,000-കണക്കിന് ലക്ഷക്കണക്കിന് സ്കൂളുകൾ ഇന്ത്യയിൽ പൂട്ടി. ഒരു സ്കൂളിൽ കേരളത്തിൽ പൂട്ടിയാണ്. 964 6.5 ലക്ഷം കുട്ടികൾ 1-ാം ക്ലാസ്സിൽ ചേരുന്ന കേരളത്തിൽ ഇപ്പൊ ചേരുന്നത് 3.25 ലക്ഷമാണ്. നേർപകുതി കുട്ടികളുടെ എണ്ണം കുറവാവിടെ. എണ്ണം കുറഞ്ഞാൽ പിന്നെ കുട്ടികൾ സ്കൂളിൽ ഉണ്ടാവുമോ? എണ്ണം കുറഞ്ഞാൽ പിന്നെ കുട്ടി കോളേജിൽ ഉണ്ടാവുമോ? ഇവര് പോയിട്ട് കുട്ടികളെ കാണാൻ ചെവിടെ? കുട്ടിച്ച കേരളത്തിൽ തന്നെ ജനിക്കാത്ത കുട്ടി ഇതിൽ ചേർക്കാൻ പറ്റുമോ? നാട്ടിൽ വന്ന മാറ്റം മനസ്സിലാവാത്തിരിക്കുന്നത് ഏകസ്ഥലം പത്രാഫീസിലാ. അടിച്ച് കാച്ചല്ലേ എന്തെങ്കിലും പറയണേ. അവസാനം പറഞ്ഞ് എവിടെ എത്തി? ഈ മലപ്പുറം ജില്ലയിൽ +2 സീറ്റ് ഇല്ലാത്തതുണ്ട്. എല്ലാ കൊല്ലും പറയും, റിസൾട്ട് വന്നാൽ പിറ്റേന്ന് പറയും മലപ്പുറത്ത് +2 സീറ്റ് ഇല്ല. പിന്നെ കുറച്ച് ആൾക്കാർ അപ്പൊ സമരക്കാർ പോവും. ആ സമരക്കാരെ പേര് ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞാൽ കുടുങ്ങി. ആ സമരക്കാരൊക്കെ ഇറങ്ങി ഇവിടെ. ഇപ്പൊ ആർക്കെങ്കിലും കിട്ടാത്തുണ്ടോ ഈ കേരളത്തിൽ? +2 സീറ്റ് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ കേൾക്കുന്നില്ല. അപ്പൊ ഒരു പത്രം എഴുതിയിരിക്കുക, എന്താ അറിയോ? ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട കോഴ്സിന് ഇഷ്ടപ്പെട്ട കുട്ടിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ പഠിക്കാനുള്ള സൗകര്യം വേണ്ടേ? ലോകത്തെവിടെയും നടക്കുമോ? പഠനത്തിനൊരു മെറിറ്റില്ലേ? നമ്മളൊക്കെ പഠിച്ചവരല്ലേ? മെറിറ്റിലല്ലേ ഇത്ര എല്ലാത്തിനും മെറിറ്റ് കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവില്ലേ? ലോകത്തില്ലേ? എല്ലാവർക്കും +2 കിട്ടിയപ്പോ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള സ്കൂളിൽ ഞാൻ ആഗ്രഹിച്ചത് ആദ്യം സയൻസ് കിട്ടണമെന്ന, പിറ്റേ ദിവസം എനിക്കൊരാഗ്രഹം കോമേഴ്സ് കിട്ടണമെന്ന, മൂന്നാമത്തെ ദിവസം എൻ്റെ ആഗ്രഹം മാത്സ് കിട്ടണമെന്ന. നമ്മളെ പത്രക്കാരൻ പറയുന്നത് അവൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് പിണറായി വിജയൻ കൊടുത്തിട്ടില്ല, മോശപ്പെട്ട ഗവൺമെന്റാണ് കേരളത്തിൽ എന്ന് പറയുന്നവന്റെ തൊലിക്കെട്ടി പരിശോധിക്കാൻ പ്രത്യേക ലാബറട്ടറി സ്ഥാപിക്കണം. നോക്കൂ, എഴുതി വെച്ചിരിക്കില്ല ഇവിടെ. പോണതെങ്ങനെ നമ്മൾ ചെയ്യണത് എന്താ? അവിടെ ആശുപത്രി വിൽക്കുമ്പോൾ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജുകൾ ഇവിടുത്തെ കേരളത്തിലെ സർക്കാർ ആശുപത്രി പോകും. ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ ഇത്ര മികച്ചത്? ഈ തിരൂർ ആശുപത്രിയിലോട്ടോ എന്നോട് അയാൾ പറഞ്ഞു 34,000 ഉറുപ്പിക വിലയുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ ഇഞ്ചക്ഷൻ ഫ്രീ ആയിട്ട് അടിച്ചു കൊടുത്തോണ്ടിരുന്ന ആശുപത്രി തിരൂരിലായിരുന്നു എന്ന് എന്നോട് ഒരാൾ എന്നോട് പറഞ്ഞു. ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ലോകത്തെവിടെയും കിട്ടുക. കമ്മ്യൂണിസ്റ്റ് വിരോധമാകാൻ നിങ്ങൾക്ക് ലേശം മനുഷ്യത്വം വേണം എന്നാണ് വളരെ വിനയപൂർവ്വം ഞാനവരെ ഓർമ്മിപ്പിക്കുന്നത്. അത് നിങ്ങൾക്കാവാം. എവിടെ എത്തി? എവിടെ പിറകിപ്പോയി കേരളം? സ്വന്തമായി വിഭവം കണ്ടെത്തി ഈ കേരളം. അറിയോ, ഏറ്റവും കൂടുതൽ സ്വന്തം വിഭവം കണ്ടെത്തിയ ധനമന്ത്രിയുടെ പേര് KN ബാലഗോപാൽ എന്നാണ്. ഇവിടുത്തെ ധനകാര്യം മോശം ആണോ? ഇവര് പറയില്ല, വസ്തുതയോടെ കിടക്കുക. എവിടെ ഒരു കുറവ് സംഭവിച്ചു? വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായോ? ആരോഗ്യ മേഖലയിൽ ഉണ്ടായോ? സേവന മേഖലയിൽ ഉണ്ടായോ? ഇവിടെ ഞാൻ ഇന്നലെ TV നോക്കുന്നുണ്ട്, കുണ്ടുകൂടി ഇങ്ങനെ ചാടുന്നു ഓട്ടോറിക്ഷ. ഇന്നലെ ഞാൻ നോക്കിയതാ. എപ്പോഴും ഞാൻ നോക്കലില്ല, കാരണം ഇത് പറ്റിപ്പോവും. ഞാൻ നോക്കിപ്പോയി. കാരണം അപ്പൊ കുണ്ടിച്ചാടി, അയ്യോ കേരളം കുണ്ടിച്ചാടി, കേരളം കുണ്ടിച്ചാടി. ഈ കുണ്ട് മാത്രമേ ഇവർ കാണുള്ളൂ. 650 കിലോമീറ്റർ നീളത്തിൽ 6 വരിയിൽ 2 വരി സൈഡ് റോഡുകളും കൂടി സർവീസ് റോഡുമായിട്ട് ഒരു 8 വരി പാത മാന്യമായി നീണ്ടു നിവർന്ന് ഈ കേരളത്തിലൂടെ പണിതുയർത്തി കണ്ടുപോകുന്നതിനുള്ള കണ്ണില്ലാത്ത ക്യാമറകളാണ് കേരളത്തിൽ ഇവരുടെ കയ്യിലിടുന്നത്. അവിടെ പണിതുകൊണ്ടിരിക്കുകയല്ലേ? എത്ര വേഗത്തിൽ, ഇത്ര വേഗത്തിൽ ഈ ദേശീയപാത ഉണ്ട്. എവിടെയെങ്കിലും ഇന്ത്യയില് 6 വരി പാതയും അതിന് സർവീസ് റോഡുള്ള ഒരു സ്ഥലം ഇന്ത്യയിലുണ്ടോ? ഒരു സംസ്ഥാനം പൂർണ്ണമായി? അങ്ങനെ ഒരു സ്ഥലം ഈ കേരളത്തിലേ ഉള്ളൂ. ആ സ്ഥലം എടുത്തു കൊടുത്ത ആരാ? അതിന്റെ 4-1 കാശ് വേണമെന്ന് കേന്ദ്രം പറഞ്ഞപ്പോ നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞില്ല. വേറെ ഒരാളും കൊടുത്തിട്ടുണ്ടോ? സ്ഥലം അളക്കാൻ വേണ്ടി ചെന്നപ്പോ ഒരല്പം വർഗീയത കൂടുതലുള്ള ഒരു സംഘടന സമരം നടത്തി. ലീഗ് ഓഫീസിൽ ചെന്നപ്പോ ഇനി ഇവിടെ റോഡ് വേണ്ട എന്ന് പ്രഖ്യാപിച്ച വികസന നായകന്മാരാണ് UDF-കാരായി കേരളം ഭരിച്ചതെങ്കിൽ ആ റോഡ് ഇവിടെ വെട്ടും എന്ന നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ് കേരള മുഖ്യമന്ത്രി. ആ പണി ഇവിടെ പൂർത്തീകരിക്കുക. സഹിക്കണില്ല. ആ നല്ലൊരു റോഡ് വരുമ്പോ എവിടെടാ കുണ്ട് എന്ന് ചോദിച്ച് ക്യാമറയും വടിയെടുത്ത് നടക്കവര്. എത്രത്തോളം തരം താഴാമോ മാധ്യമ പ്രവർത്തനത്തിന് എന്നതിന്റെ ഉദാഹരണങ്ങൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ അവരുടെ കഴിവിനനുസരിച്ച് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. മുന്നോട്ടല്ലേ പോണ്? ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇത് വലതുപക്ഷത്തിന് ഇഷ്ടപ്പെടുന്നില്ല. അതാണ് ഒരു പ്രശ്നം. കേരളത്തിലൊന്നും ഒരു പിന്നോട്ടിട്ടില്ല എല്ലാ നിലയിലും. ഇപ്പോൾ വ്യവസായത്തിലേ നമ്മൾ മോശം തന്നെ. ഇപ്പോൾ വ്യവസായ സൗഹൃദത്തിൽ 1-ാം സ്ഥാനം നല്ലൊരു അവാർഡും വാങ്ങി രാജീവ്.
അപ്പോൾ അതും പോയി, ആ ചാൻസും പോയി. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു നോക്കിയെടുക്കാം, എവിടെ ഒന്ന് നമ്മൾ തകർക്കാം, നോക്കിയെടുക്കാം, അതൊക്കെ അടച്ചുകൊണ്ടിരിക്കുക, ഓട്ടയടച്ചുകൊണ്ടിരിക്കുക, ലൂപ്പ് ഹോൾസ് പ്ലഗ് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം, ഒരു സംശയമില്ല, ഇതൊരു ബദൽ നയം നടപ്പിലാവുന്ന ഗവൺമെൻറ്റാണ് കേരളത്തിൽ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉണ്ടാക്കിയ, ഇന്ത്യൻ സാമൂഹ്യ ഘടന ഉണ്ടാക്കിയ, ലോക സാമ്പത്തിക അവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് ദാരിദ്ര്യവൽക്കരണത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം കേരളത്തിൻ്റെ ഒരു ചെറിയ സംസ്ഥാന ഗവൺമെൻറ് വെച്ചുകൊണ്ട് പിണറായിക്ക് ചെയ്യാൻ കഴിയില്ല, അത് വ്യക്തം. പക്ഷേ മാതൃക സൃഷ്ടിക്കാനാവും. അത് 957 തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് അധിക കാലമൊന്നും വേണ്ട, അന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല മാതൃകകളാണ്, നല്ല മാറ്റമാണ്, ഒരു സംശയം വേണ്ട. നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും പുരോഗമനത്തിൻ്റെ വഴിയിൽ കേരളം സഞ്ചരിക്കുക തന്നെ ചെയ്യും. ചാഞ്ചാട്ടമില്ലാതെ മുന്നോട്ടു പോകും. ചെങ്കൊടിയെ തടുക്കാനും തടയാനും നിങ്ങൾക്ക് ഈ നാട്ടിൽ കഴിയില്ല എന്ന് കാലം തെളിയിക്കുക തന്നെ ചെയ്യും. രാഷ്ട്രീയ മാറ്റങ്ങളല്ലേ. ഇപ്പോ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ലല്ലോ, ഒറ്റയ്ക്ക് BJPക്ക് ഭൂരിപക്ഷമില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പെടുന്നില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ നമ്മൾ നന്നായിട്ട് ഇടപെട്ടു. നമ്മൾ നന്നായിട്ട് ഇടപെട്ടിട്ട് ഇന്ത്യ ബ്ലോക്ക് അതിനൊരു ഗുണമുണ്ടായി. കഴിഞ്ഞ നമ്മുടെ പാർട്ടി കോൺഗ്രസ് പറഞ്ഞാണ് പ്രാദേശിക പാർട്ടികളുടെ സാധ്യതകളെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം. പ്രാദേശിക പാർട്ടികൾ, മതനിരപേക്ഷ പാർട്ടികൾ, ദേശീയ പാർട്ടികൾ, ഇടതുപക്ഷം എല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു ഇന്ത്യ ബ്ലോക്ക് ഉണ്ടാക്കി BJPക്ക് ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷത്തെ പാർലമെന്റിൽ ഇല്ലാതാക്കി. വലിയ ഗുണമാണത്. പാർലമെന്ററി സംവിധാനത്തെ BJP തകർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ പാർലമെന്ററി സംവിധാനത്തിൽ നമ്മുടെ കമ്മിറ്റി പ്രവർത്തനമുണ്ട്. സൂക്ഷ്മതലത്തിൽ പാർലമെന്ററി കമ്മിറ്റികൾ നിയമനിർവഹണത്തിന്റെ എല്ലാ ഘട്ടത്തെയും പരിശോധിക്കുകയും ആവശ്യമായ ഭേദഗതികൾ വരുത്തുകയും ചെയ്യുന്നതാണ് കമ്മിറ്റി സമ്പ്രദായം. നല്ല നിലയിൽ പ്രവർത്തിച്ചതാണ്. കേരളമാണ് അതിന് തുടക്കം കുറിച്ചത്. അത് പിന്നെ ഇന്ത്യയിലേക്ക് ഏറ്റെടുത്തു, കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നു. BJPയുടെ 10 കൊല്ലത്തിൽ ഒരിക്കൽ പോലും ഈ കമ്മിറ്റികളെ ഫലപ്രദമായി പ്രവർത്തിപ്പിച്ചില്ല. പാർലമെന്റ് പറഞ്ഞാൽ മോഡിക്ക് പ്രസംഗിക്കാനുള്ളതും മോഡി ഭക്തന്മാർക്ക് കൈയടിക്കാനുള്ളതുമാണ് എന്നുള്ള സ്ഥിതി വന്നു. പാർലമെന്റ് സാധാരണ ഒരാഴ്ചയിൽ 2-3 ദിവസം നിയമനിർമ്മാണത്തിന്, ബാക്കി ദിവസങ്ങൾ ജനകീയ വിഷയങ്ങൾ ഉന്നയിക്കുന്നതിന് ചർച്ച ചെയ്യാനും ആ നിലയിലാണ് പാർലമെന്ററി സംവിധാനം പ്രവർത്തിക്കുക. അല്ല അങ്ങനെ നിയമം ഉണ്ടാക്കൽ മാത്രമല്ല, അതാണ് പാർലമെന്റിന്റെ പ്രവർത്തനം. നിയമം ഉണ്ടാക്കും, ചർച്ച ചെയ്യും, ജനകീയ വിഷയങ്ങൾ വരും, അത് ചർച്ച ചെയ്യും. പാർലമെന്റ് അതിനുള്ളതാണ്. എക്സിക്യൂട്ടീവിനെ വിചാരണ ചെയ്യാനുള്ളതാണ് പാർലമെന്റ്. ചോദ്യോത്തരവതിനുള്ളതാണ്. ജനകീയ വിഷയങ്ങൾ വെച്ചുള്ള ചർച്ചകൾ അതിനുള്ളതാണ്. അതിനുള്ള പ്രൊവിഷൻസ് പാർലമെന്റിന്റെ നിയമ സംഹിതകളിലുണ്ട്. അത് പൂർണ്ണമായി നിശ്ചലമാക്കിയില്ലേ BJP ഗവൺമെന്റ്. ഇപ്പൊ ഒരു മാറ്റം വരിക. കാരണം എന്താ? പാർലമെന്റിൽ കഴുത്തോടൊപ്പം അംഗബലമുണ്ട് പ്രതിപക്ഷത്തിന്. പാർലമെന്റിൽ ആ വ്യത്യാസം കാണാൻ കഴിയും. BJP അത് അംഗീകരിക്കുമോ ആഗ്രഹിക്കുമോ എന്നുള്ളതല്ല, അവിടെ ഉണ്ട്. വ്യത്യാസം വന്നു, കരുതൂറ്റ പ്രതിപക്ഷം വന്നു. ശക്തമായി പ്രതിരോധിക്കാം, പോരാടാം പാർലമെന്റിന്റെ വേദികളിൽ. ജനാധിപത്യത്തെ കുറച്ചൊന്നും തിരിച്ചു വയ്ക്കാം. BJP ഒരു ഇഞ്ച് മാറില്ല. ആ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇന്ത്യയിൽ. നല്ലൊരു കാര്യമാണ്. നമ്മുടെ പാർട്ടിക്ക് ആ നിലയിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റം രൂപപ്പെടുത്തിയെടുക്കാൻ നല്ലൊരു പങ്ക് ഈ കാലയളവിൽ നിർവഹിക്കാൻ കഴിഞ്ഞു. ബഹുജന പ്രക്ഷോഭങ്ങളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും അങ്ങനെയാണ്, ബഹുജന പ്രക്ഷോഭങ്ങളെ വളർത്തുക. വലിയ തോതിലുള്ള ബഹുജന പ്രക്ഷോഭങ്ങൾക്ക് നമ്മൾ സാക്ഷികളാവുകയാണ്. കർഷക പ്രക്ഷോഭങ്ങൾ ഇടതടവില്ലാതെ നടക്കുകയാണ്. 3 കർഷക വിരുദ്ധ നിയമങ്ങൾ ഫ്രീസ് ചെയ്യാൻ BJP നിർബന്ധിതമായി. വലിയ മാറ്റമാണ്. സമരങ്ങൾ തുടരണം. തൊഴിലാളികളുടെ സമരങ്ങൾ, സംഘടിത തൊഴിലാളി മേഖലയിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ, പൊതുമേഖല സ്വകാര്യവൽക്കരണത്തിനെതിരായിട്ടുള്ള സമരങ്ങൾ, കോർപ്പറേറ്റിന് വേണ്ടി എല്ലാം മാറ്റിവെക്കുന്നിടത്ത് തൊഴിലാളിയുടെ പ്രതിരോധ ശബ്ദം, അത് തൊഴിലാളികളുടെ മാത്രമല്ല രാജ്യത്തിന് വേണ്ടിയുള്ള സമരങ്ങളാണ്. തീവ്ര സ്വകാര്യവൽക്കരണത്തിനെതിരായി ഇപ്പൊ കോർപ്പറേറ്റ് അനുകൂലമായ തരത്തിൽ തൊഴിലാളി സംഘടന രജിസ്റ്റർ ചെയ്യാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിടത്തല്ലേ സാംസങ്ങിനെതിരെ ശക്തമായ സമരം തമിഴ്നാട്ടിൽ നടന്നത്. ആ നിലയിൽ പോരാട്ടങ്ങളുടെ വലിയൊരു ശാക്തിക വർധനവ് നമുക്ക് കാണാൻ കഴിയും. കുറെ കൂടി മുന്നോട്ട് കൊണ്ടുകൊണ്ടാണ് പാർട്ടിയുടെ ഇടപെടൽ വരുന്ന നല്ലൊരു മേഖല. അതാണ് നമ്മുടെ വിവിധ ബഹുജന സംഘടനകൾ, കാർഷിക തൊഴിലാളി കർഷക മേഖലയിലെ സമരങ്ങൾ ശക്തിപ്പെടുന്ന സമരങ്ങളാണ്. MNRGയുടെ നടത്തിപ്പ് കുറയുന്നിടത്ത് നമ്മൾ നടത്തുന്ന സമരങ്ങളെ ശക്തിപ്പെടുത്തുന്നുണ്ട് നമ്മൾ. നല്ല കാര്യമാണ്. അതോടൊപ്പം പ്രധാനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ സംരക്ഷിക്കുക എന്നത്. കാരണം ഇന്ത്യയിലെ വലതുപക്ഷത്തിന്റെ
രാഷ്ട്രീയ അജണ്ടയിലെ മുഖ്യ ഇനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ തകർക്കുക എന്നുള്ളത്. ഇടതുപക്ഷ ഗവൺമെന്റിനെ തകർക്കുക പറഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കുക എന്നാണ്. കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കുക അതൊരു രാഷ്ട്രീയ അജണ്ടയാണ് ഇന്ത്യൻ ഭരണവർഗത്തിന്റെ. ആ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ എല്ലാ കഴിവും അവരോട് ഉപയോഗിക്കും. അതിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കഴിവും ഉപയോഗിക്കും. കരുതൂറ്റ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണി ഉണ്ടാക്കുക, CPM വിരുദ്ധ മുന്നണി ഉണ്ടാക്കുക. ആ ലക്ഷ്യത്തിന്റെ ഭാഗമാണ്. ആ ലക്ഷ്യത്തിന്റെ ഭാഗമായി 1957 ഒന്നാം EMS ഗവൺമെന്റ് വന്നപ്പോൾ തന്നെ വിമോചന സമരം നടത്തി. ആ വിമോചന സമരം മുന്നണി എന്ന് പറഞ്ഞാൽ ആരാ? ജനങ്ങളുടെ പിന്തുണയായിരുന്നോ? അതോ വർഗീയ ജാതീയ ഘടകങ്ങളുടെ ഇടപെടലായിരുന്നോ? മതത്തെ അല്ലേ ഉപയോഗപ്പെടുത്തിയത്? മതത്തെ ഉപയോഗപ്പെടുത്തിയല്ലേ ഇവിടെ വിമോചന സമരം നടത്തിയത്? മതസ്ഥാപനങ്ങളിൽ നിന്നല്ലേ പ്രകടനം തുടങ്ങിയത്? ജാതി സംഘടന ആസ്ഥാനങ്ങളിൽ നിന്നല്ലേ ഇവിടെ പ്രകടനം നടത്തിയത്? ജനങ്ങളുടെ പൊതുവികാരമായിരുന്നു അത്. വിശ്വാസത്തെ ഏറ്റവും വിപുലമായി ദുർവിനിയോഗം ചെയ്തതിന്റെ ഏറ്റവും വലിയ ഉദാഹരണത്തിലൂടെയല്ലേ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ മോശപ്പെട്ട പ്രവർത്തനം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കൊണ്ട് ജയിപ്പിച്ചത്? ഗവൺമെന്റിനെ പിരിച്ചുവിട്ടില്ലേ? ഭൂരിപക്ഷമുള്ള ഗവൺമെന്റിനെ അന്ന് തുടങ്ങിയതാണ്. എപ്പോഴെങ്കിലും നിർത്തിവെച്ചു എന്നുള്ളതല്ല, അതിനെ മുറിച്ചു കടന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. EMSഉം നായനാരും VSഉം ഒന്നും ഭരണകാലം പൂർത്തീകരിച്ച് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടില്ല. പിണറായിയുടെ ഗവൺമെന്റ് വന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. നമ്മൾ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചേരിയുടെ വലുപ്പം കൂട്ടാനുള്ള പ്രവർത്തനം വിപുലപ്പെടുത്തിയിരിക്കുക. നമ്മളതെല്ലാം ജാഗ്രതപ്പെടേണ്ട ഒരു കാര്യം അത്. അതിനവർക്ക് രാഷ്ട്രീയമായി, പ്രത്യയശാസ്ത്രപരമായി, ആശയപരമായി ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ കേരളത്തിൽ ഇപ്പൊ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് മെച്ചപ്പെട്ട ഒരാശയ ഘടനയില്ല, അവരുടെ ഇല്ല. ഇന്നത്തെ കോൺഗ്രസിന്, ഇപ്പോഴത്തെ ഈ കോൺഗ്രസിന് കേരളത്തിൽ ഒറ്റയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയുമോ? ഇല്ല, അസാധ്യമായ കാര്യമാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് അങ്ങനെ കഴിയുമോ? ഇല്ല. അവിടെയാണ് ഒരു സ്ഥിരമായൊരു മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണി. ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണി അത് വിപുലീകരിച്ചുകൊണ്ടിരിക്കും. ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണിക്ക് രൂപഭാവങ്ങൾ ഒരു മാറ്റും. ഇപ്പൊ ആ നിലയിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണിയെ കുറെ കൂടി കരുത്തുറ്റതാക്കാൻ വലിയ പരിശ്രമം അവർ നടക്കും. അതിനെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക വർഗീയ ജാതീയ ഘടകങ്ങളെ. ഒരു സംശയമില്ല. ഇവർക്കൊരു അനുകൂല ഘടകം ഇപ്പോൾ വേറുണ്ട്. കേന്ദ്രത്തിൽ BJP ആണ്, RSS ആണ്. ആ RSSന്റെ കേന്ദ്ര ഗവൺമെന്റിനെ ഉപയോഗപ്പെടുത്താം കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കാൻ, ഇടതുപക്ഷ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ. ആ പ്രവർത്തനം നടക്കുകയാണ്. അതിനെ കൂട്ടുപിടിക്കുകയാണ് ഇവര്. അവരുടെ പ്രവർത്തനങ്ങളെ മുഴുവൻ കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാനുമുള്ള രാഷ്ട്രീയ അജണ്ടയ്ക്ക് അനുകൂലമായ തരത്തിൽ ഇവർ ഉപയോഗപ്പെടുത്തുന്നു. അത് നടക്കണം. രണ്ടാമത്തെ ഘടകം എന്താ? വർഗീയത. എല്ലാ മനുഷ്യനെയും വർഗീയവൽക്കരിക്കുക, എല്ലാ കുടുംബത്തെയും വർഗീയവൽക്കരിക്കുക എന്ന ഒരു അജണ്ടയാണ് കേരളത്തിലെ വലതുപക്ഷം ഇപ്പോൾ നടപ്പിലാക്കുന്നത്. നല്ല ജാഗ്രത വേണം നമുക്ക്. കാരണം ഒരു കേന്ദ്രത്തിന്റെ ഒരു ഗവൺമെന്റ് ഉണ്ട്, അവരുടെ പ്രത്യയശാസ്ത്രം. വലതുപക്ഷം BJP അതിന്റെ പ്രത്യയശാസ്ത്രം. ഭരണവർഗം BJP ആശയത്തെ പ്രതിനിധാനം ചെയ്യുകയും പ്രത്യയശാസ്ത്രവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും. അപ്പൊ ഹിന്ദുത്വ വർഗീയത കേരളത്തിലും കൂടുതൽ വേരുമുറുക്കാൻ ശ്രമിക്കും. അതിനോട് വലിയ വിരോധമൊന്നുമില്ലാത്തതാണ് നമ്മുടെ UDF. അപ്പൊ അവരും ഒന്ന് കണ്ണിമ്പിയാൽ BJP ജയിക്കും. അതിലെ തൃശ്ശൂർ കണ്ട്, തൃശ്ശൂരിൽ എന്താ നമ്മൾ കണ്ടേ? BJP ജയിച്ചല്ലോ. വോട്ടിടിഞ്ഞതായിരുന്നാ കോൺഗ്രസിന്റെ വോട്ട് 10,000 വോട്ട് ഇടിഞ്ഞു. BJP അവിടെ ജയിച്ചു. ചില ക്രിസ്തീയ സഭകളും പിന്തുണച്ചു. എല്ലാം ചേർന്ന് കേരളത്തിൽ ആദ്യമായിട്ടൊരു BJP-കാരൻ ജയിച്ചു. അവർ വീണ്ടും വിപുലീകരിക്കാൻ ശ്രമിക്കും. നമുക്ക് കേരള സംസ്ഥാനത്തിനകത്ത് ഒരു BJP ജയിക്കുക എന്നുള്ള ചിന്തിക്കാൻ പറ്റുമോ?
ആലോചിക്കാൻ പറ്റും. ഉൽപ്പതിഷ്ഠിത്വത്തിനല്ലേ, കേരളത്തിന്റെ ദൈക്ഷണികതയ്ക്കും ഉൽപ്പതിഷ്ഠിത്വത്തിനുമെതിരെ അല്ലേ കളങ്കമേൽക്കുന്നത്? കേരളം സൂക്ഷിച്ചു പോന്ന ഉന്നതമായ മതനിരപേക്ഷ പാരമ്പര്യത്തിനല്ലേ കളങ്കമേൽക്കുന്നത് ഒരു BJP ജയിക്കുമ്പോൾ? അവിടെ സംഭവിച്ചു. വലിയ തോതിൽ ആ വർഗീയവൽക്കരണ ശക്തികൾ ശ്രമിക്കുകയാണ്. UDF എന്താ ചെയ്യാൻ? UDF എല്ലാ കാലത്തും എല്ലാ വർഗീയ ശക്തിയായിട്ട് സന്ധി ചെയ്യും. അപ്പോ എല്ലാ വർഗീയ ശക്തികളെയും കൂട്ടി കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കുക, അതാണ് UDF ലക്ഷ്യം, അതാണ് കോൺഗ്രസ് ലക്ഷ്യം. അതിനവര് ഭൂരിപക്ഷ വർഗീയതയോട് സന്ധി ചെയ്യുക മാത്രമല്ല, ന്യൂനപക്ഷ വർഗീയതയെയും നല്ല തോതിൽ അവര് ശക്തിപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒന്നിപ്പിച്ചു നിർത്തുകയും ചെയ്യും. അതിവിടെ നടക്കണം. അത് BJPക്ക് എതിരായിട്ടല്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ തകർക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എല്ലാ വർഗീയതയും ഒന്നിപ്പിക്കുന്നത്. ന്യൂനപക്ഷ വർഗീയതയെ ഉപയോഗപ്പെടുത്തുന്നത് BJPക്ക് എതിരായിട്ടല്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയെ തകർക്കാനാണ് എന്ന കാര്യം ഇപ്പോ കൂടുതൽ കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഇന്നലെ പ്രസംഗിക്കാൻ കേട്ടേ, ഭൂരിപക്ഷ വർഗീയതയുമായി സന്ധി ചെയ്യാം BJPക്ക് എതിരായി. ആ സന്ധിയിലല്ല ഞങ്ങൾ കണ്ടത്. കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്, പുരോഗമന ആശയങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. മനുഷ്യൻ വർഗീയവൽക്കരിക്കപ്പെട്ടാൽ ഏത് വർഗീയതയായാലും ശരി, ആള് വർഗീയത തന്നെ കേട്ടോ. ഭൂരിപക്ഷ വർഗീയത കടുത്ത വർഗീയത, സംശയമൊന്നുമില്ലല്ലോ. ആർക്കെങ്കിലും സംശയമുണ്ടോ? അത് ഭൂരിപക്ഷത്തിന്റെ അല്ലേ, വല്ല സംശയമില്ലുണ്ടാവും. പക്ഷെ അതിനൊരു മറുമരുന്നായിട്ട് ന്യൂനപക്ഷ വർഗീയത ഉണ്ടാക്കുമ്പോൾ എല്ലാ കാലത്തും നമ്മൾ ആശയസംവാദത്തിൽ ഉണ്ടല്ലോ. ന്യൂനപക്ഷ വർഗീയത, മുസ്ലിം ജനവിഭാഗത്തിനകത്ത് വർഗീയത ശക്തിപ്പെടുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കിടയിൽ വർഗീയത ശക്തിപ്പെടുന്നു എന്ന് വന്നാൽ നാടിന് ഗുണം ചെയ്യുമോ? അത് നാടിന് ഗുണം ചെയ്യില്ല. നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ? അപ്പൊ മലപ്പുറത്താണല്ലോ നമ്മൾ നിൽക്കുന്നത്. മലപ്പുറത്തിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ? അതൊരു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ്. പക്ഷേ മതനിരപേക്ഷത ഏറ്റവും കൂടുതൽ കരുത്തോടുകൂടി ഉയർത്തിപ്പിടിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് മലപ്പുറം എന്നത് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്. നല്ല മതനിരപേക്ഷ സ്പിരിറ്റ് അല്ലേ ഇവിടെ? കുറച്ചാൾക്കാർ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ടാവും പൊളിക്കാട്ടാ. ഏത് മലപ്പുറം എന്ന് പറഞ്ഞൊരു വർഗീയതയുടെ ചിഹ്നമാണ് എന്ന് സ്ഥാപിക്കാനുള്ള വൻ പരിശ്രമം ഇവിടെ നടത്തുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാരെ ഏറ്റവും മുന്നിൽ നിൽക്കും, അതിൻ്റെ കൂടെ കുറച്ചും കൂടി തീവ്രതയുള്ള SDP നിൽക്കും, പിന്നെ ലീഗുകാർ ഒളിഞ്ഞു നിൽക്കും, അടിക്കുക. നമ്മുടെ മുസ്ലിം ജനസമുദായത്തിലെ ഭൂരിപക്ഷം വർഗീയ ശക്തികൾക്കൊപ്പമല്ല, അതല്ല നമ്മുടെ നാടിൻ്റെ ഒരു ഗുണം. ഇവിടെ ഹിന്ദു വിഭാഗത്തിലും ഭൂരിപക്ഷ ആളുകൾ വർഗീയതക്കൊപ്പമല്ല, അതല്ലേ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ്. അതുകൊണ്ടല്ലേ ഇത് കേരളല്ലേ? അപ്പോ കേരളത്തിലെ ഹിന്ദു ഭൂരിപക്ഷ വർഗീയവാദികളല്ല. മുസ്ലിം ജനസാമാന്യം അതിലെ മഹാഭൂരിപക്ഷം വർഗീയവാദികളല്ല. ക്രിസ്ത്യൻ ജനവിഭാഗം അതിലെ മഹാഭൂരിപക്ഷം വർഗീയവാദികളല്ല. പക്ഷേ ഇവരെ അതിലെ മഹാഭൂരിപക്ഷത്തെ വർഗീയവാദികളാക്കാൻ ഇവർ പരിശ്രമിക്കുകയാണ്. അത് കണ്ടാ പറയണ്ടേ? കേരളത്തിൽ വർഗീയവാദം ശക്തിപ്പെട്ടാൽ നന്നാവോ? കേരളത്തിന്റെ പ്രത്യേകത എന്താ? ഉത്തരേന്ത്യയിലൊക്കെ ഒരു ഗുണമുണ്ട്, ഒരു പ്രത്യേക സ്ഥലത്തായിരിക്കും. ഒരു ജാതി ഒരു സ്ഥലത്ത്, ഒരു മത ഒരു സ്ഥലത്ത്, മുസ്ലിമിന്റെ ഗല്ലി, ദളിതന്റെ ഗല്ലി, ചമാറിന്റെ ഗല്ലി, അങ്ങനെയാ. ഇവിടെ അങ്ങനെയല്ല. എൻ്റെ വീടിന്റെ മുമ്പിൽ ഒരു മുസ്ലിമിന്റെ വീട്, എൻ്റെ വീടിന്റെ പിന്നിലൊരു മുസ്ലിമിന്റെ വീട്, എൻ്റെ വീടിന്റെ വലത്തുഭാഗത്തൊരു മുസ്ലിമിന്റെ വീട്, അങ്ങനെ എൻ്റെ വീട് കിടക്ക്. മനസ്സിലായോ? എൻ്റെ വീടിന്റെ 3 ഭാഗത്താ. കിഴക്ക് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് എണീറ്റാൽ മുന്നിൽ കാണുന്ന തന്നെ ഒരു മുസ്ലിം ഇത്താത്ത അവിടെ താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഞാൻ. അത് വേറൊരു ഭാഗം, ഞാൻ എനിക്ക് പോണില്ല. അത് ഭർത്താവ് വിദേശത്തൊക്കെ ആയിട്ട് പാവപ്പെട്ട ഒരു സ്ത്രീ, നമ്മളെ ഏറ്റവും അടുത്ത കുടുംബം അവിടെ ഇരിക്കേണ്ടവർ, അവരെ കണ്ടുകൊണ്ട് നമ്മൾ രാവിലെ എണീക്കും. വലത്തുഭാഗത്തോ അവിടെയും ഒരു മുസ്ലിം സ്ത്രീയാണ്, തൊട്ട് പിന്നിലോ മയമാക്കായവരും അവർ അദ്ദേഹം മുസ്ലിമാണ്. എന്താ ചെയ്യുക? എൻ്റെ നാട്ടിൽ 75% മുസ്ലിം ആയതുകൊണ്ട് എൻ്റെ വീടിൻ്റെ ചുറ്റും 3 മുസ്ലിം വീടുണ്ട് എന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യം. അവിടെ കട്ടെ, ഇതുവരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. ഒറ്റ നിബന്ധന ഞാൻ വെക്കുന്നുള്ളൂ, ഞങ്ങളെ വർഗീയവാദിയാക്കിയിട്ട് തമ്മിൽ തല്ലിക്കാൻ ഒരു വർഗീയ ശക്തി ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും അംഗീകരിക്കില്ല എന്ന് പറയാനുള്ള ആ സാമാന്യ മര്യാദയാണ്. അതുകൊണ്ട് അത് പറയണ്ടേ? അങ്ങനെ പറയണ്ടേ? ഈ നാടിനെ സ്നേഹിക്കുന്ന ഏതൊരാളും അങ്ങനെ പറയും. അതിനെ എതിർക്കുന്നവർ പറയുന്നവരെ വർഗീയ ആക്കും. അതുകൊണ്ടൊന്നും അവർ മുന്നേറാൻ പോകുന്നില്ല, ഞങ്ങൾ തളരാനും പോകുന്നില്ല. ഈ തീവ്ര പരിശ്രമം നടക്കുന്നുണ്ട് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അപകടകരമായ രൂപത്തിലാണ്. അതിൻ്റെ ഒരു കാരണം എന്താ? അതിന്റെ കാരണം വർഗീയതയ്ക്ക് കീഴ്പ്പെടുന്ന കോൺഗ്രസ് നിലപാടാ, UDF നിലപാടാ. പൂർണ്ണമായി വർഗീയതയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയല്ലേ ഈ കോൺഗ്രസ്. ഒരു മൂല്യബോധം വേണ്ടേ ഒരു പാർട്ടിക്ക്?
ഈ സതീശനും സുധാകരനും ഇവർക്കൊക്കെ ഉണ്ടോ? മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, വേറെ നമ്മൾ കൂട്ടുപിടിക്കണ്ട, പൊതുപ്രവർത്തനത്തിന്റെ അടിത്തറ മൂല്യബോധമാണ് എന്നാണ്. പൊതുപ്രവർത്തനത്തെക്കുറിച്ചുള്ള മഹാത്മാഗാന്ധിയുടെ 7 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം അതാണ്. അതില്ല എന്നുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രത്യേകത. അത് മുഴുവൻ അവര് പണയം വെച്ചിരിക്കുക ന്യൂനപക്ഷ വർഗീയ ശക്തികൾക്കും മറ്റ് വർഗീയ ജാതീയ ശക്തികൾക്കും. അങ്ങനെയാണ്. ഏതൊരു സാന്ദീപ് വാര്യർ ഇപ്പൊ കോൺഗ്രസ് ചേർന്ന് ഇല്ലേ? വാഴക്കൊല ജന്മിന്റെ വീട്ടിൽ കൊണ്ടുപോകണ മാതിരിയാ ഈ സാന്ദീപ് വാര്യരെയും കൊണ്ട്. എവിടേക്കാ പോയത് ഞാൻ പറയണോ സ്ഥലം? ഞാൻ പറയണോ സാന്ദീപ് വാര്യരെയും കൊണ്ടുപോയ സ്ഥലത്തിന്റെ പേര് അല്ലേ? ഇതല്ലേ കോൺഗ്രസ്? പൂർണ്ണമായി കീഴ്പ്പെട്ടല്ലേ? പൂർണ്ണമായി കീഴ്പ്പെട്ടു. അത് പറയില്ലേ? പറയും. അത് ഉപയോഗിച്ച് നിങ്ങൾ ഞങ്ങളെ തകർക്കാൻ വരരുത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഇന്ത്യയിലെ കോൺഗ്രസിനെ സ്ഥിതി നമുക്കെല്ലാം അറിയാം. പഴയ കോൺഗ്രസ് ആണ് ഈ കോൺഗ്രസ് അല്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ രാഷ്ട്രീയ സവിശേഷതയിൽ മതനിരപേക്ഷ ശക്തികളെ ഒന്നിപ്പിക്കുമ്പോൾ നമ്മൾ ഇവരെല്ലാവരും കൂട്ടിയിട്ടല്ലേ നമ്മൾ ആ സമരത്തിൽ പങ്കെടുത്തത്. ആ ചെലവില് നിങ്ങൾ ഒളിപ്പിച്ച് കിടത്താൻ നടത്തുന്ന വർഗീയ ശ്രമങ്ങളെ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. തുറന്നു കാണിക്കണം. അത് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ ചുമതലയാ. അതാ ഞങ്ങൾ ചെയ്ത്. അതിനെ എതിർക്കണം. അത് ഏതായാലും നമ്മൾ ഓരോന്നിന്റെ അളവ് തൂക്കം നോക്കി കൃത്യമായിട്ട് എതിർത്ത് പോവാതിരുന്നാൽ കേരളത്തെ പൂർണ്ണമായി വർഗീയവൽക്കരിക്കുക എന്ന അജണ്ട ഇവര് സബലീകരിക്കാൻ നോക്കും. അത് പറ്റില്ല. വലുതുതല് നടക്കുകയാണ്. അപ്പൊ ഈ വർഗീയവാദ ശക്തികൾ ഈ സത്യമൊക്കെ നമ്മൾ പറഞ്ഞാൽ നമ്മളെ പാർട്ടിക്കെതിരായിട്ട് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും. കളവ് പറയും. കളവേ പറയൂ. അത് നമ്മളെ മാധ്യമ സുഹൃത്തുക്കളുടെ പിന്തുണ അവർക്കുണ്ട്. അവരും കളവ്, രണ്ടു കൂട്ടരും കൂടി കൂടിയ കളവ് പറയും. കൂട്ടത്തില് ഈ കളവിന്റെ അളവ് വർദ്ധിപ്പിക്കും. ഇപ്പൊ ഇവിടെ ഞാൻ EMS വർഗീയവാദിയാണ്. ഈ കേരളത്തിൽ ഒരാൾക്ക് പറയാൻ പാടില്ലാത്ത ഒരു വാക്കുണ്ടെങ്കിൽ EMSന് നേരെ ആ പ്രയോഗം നടത്തില്ല. പിന്നോ EMS ഏറ്റവും വലിയ മുസ്ലിം വിരുദ്ധനാണ്. ചന്ദ്രയിൽ 4 ദിവസത്തെ ലേഖന ലീഗ് സെക്കുലറിസ്റ്റുകൾ, ലീഗ് ഭയങ്കര സെക്കുലർ പാർട്ടി എഴുതിയിരിക്കുകയാണ് EMSനെതിരായിട്ട് 4 ദിവസം തുടർച്ചയായിട്ട്. കേരളം കണ്ട വലിയ വർഗീയവാദി EMS നമ്പൂതിരിപ്പാട്. വല്ല ചരിത്രബോധമുണ്ടോ? ചരിത്രം എന്നൊരു സാധനം ഈ മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്. അതിലൊരു അക്ഷരം വായിച്ചു പഠിക്കണം. അക്ഷര വിരോധികളാവരുത്. 921 കുറിച്ച് ആഹ്വാനവും താക്കീതും എഴുതിയ EMS നമ്പൂതിരിപ്പാടിനെ കുറിച്ച് എന്തെങ്കിലും വിവരം വേണ്ടി ഇവർക്ക്? എന്തെങ്കിലും വിവരം? എന്തായിരുന്നു ഈ മതന്യൂനപക്ഷത്തിന്റെ ഏറനാടൻ അവസ്ഥ? ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അവന്റെ ബൂട്ടിന്റെ അടിയിലിട്ട് ഞെരിച്ച് തോക്കിന്റെ പാത്തി കൊണ്ട് അടിച്ച് നാടുകടത്തിയും കൊലപ്പെടുത്തിയും കീഴ്പ്പെടുത്തിയും ഉണ്ടാക്കിയ കിരാതത്വത്തിന്റെ മുന്നിൽ ഒരിറ്റ് കണ്ണീര് കാരുണ്യം നൽകാൻ കഴിയാതെ പോയ കോൺഗ്രസിനെ കുറിച്ചാണ് ഇവിടുത്തെ മതന്യൂനപക്ഷം ആലോചിച്ചു പോയിരുന്നത്. അവര് വഞ്ചിച്ചു പോയെടുത്തുനിന്നാണ് നമ്മുടെ സമൂഹത്തിൽ സാമുദായിക മതബോധത്തിലേക്ക് മനുഷ്യൻ മാറുന്നത്. ആ കാലത്ത് മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ ഉയർന്ന ആദ്യത്തെ ശബ്ദം EMS നമ്പൂതിരിപ്പാടിൻ്റെതായിരുന്നു എന്ന് ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ലീഗേര് വായിച്ചാൽ പോവത് EMS നമ്പൂതിരിപ്പാടിന്റെ ചരിത്രത്തെയും പശ്ചാത്തലത്തെയും അദ്ദേഹത്തിന്റെ ദൈക്ഷണികതയും വായിക്കാൻ ലീഗേര് ഇറങ്ങി നടക്കുവോ? ഇറങ്ങി തിരിച്ചില്ലേ? ഇവിടെ നമ്മൾ കണ്ടില്ലേ? ഏത് പാർട്ടിയത്? പിന്നെ അവിടുന്ന് കണ്ട എല്ലാരും വർഗീയവാദികൾ. ഏത് നമ്മളെ പാർട്ടിയിൽ നായനാര് ലീഗ് അടിച്ച് കാച്ചിരിക്കുക. എവിടെ എത്തി? ഇവിടെ ഈ നമ്മുടെ നാട്ടില് 57 EMSന്റെ ഗവൺമെന്റ് വന്നതിന്റെ ശേഷമല്ലേ എത്ര നിയമങ്ങളാണ് നിയമപുസ്തകത്തിൽ മാറ്റിയത്? മുസ്ലിമിനെ കവർച്ചക്കാരായി ചിത്രീകരിച്ച കൂട്ടപ്പെട്ട നിയമങ്ങളുണ്ടെന്നില്ല ഇവിടെ? ആരാ മാറ്റിയേ? പള്ളി ഇഷ്ടംപോലെ പണിയുള്ള സ്വാതന്ത്ര്യം ആരെ കൊടുത്തേ? മലപ്പുറം നേർച്ചൊന്ന് നടത്തി കിട്ടുക എന്ന മുസ്ലിമിന്റെ ഏറ്റവും വലിയ അഭിമാനബോധത്തിന്റെ ആ നേർച്ച നടത്താൻ ആരാ അനുവാദം കൊടുത്ത്? EMS അല്ലേ? EMSനെ പിന്നെ ബാക്കിയുള്ളവരെ വിളിക്കുന്നതിൽ നമ്മള് അത്ഭുതപ്പെട്ടിട്ട് കാര്യം കേട്ടോ. ഈ വിളിയാ. അധികാരം നഷ്ടപ്പെട്ടാൽ പ്രതിപക്ഷത്തിരിക്കണം. ഒരു സംശയമില്ല, കുറച്ചധിക കാലം കൂടി ഇരിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിക്കൊള്ളും. ഇതാണ് ഇവിടെ നടക്കുന്നത്.
നല്ല ജാഗ്രത വേണം. തൊഴിലാളി വർഗ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കണം. ന്യൂനപക്ഷ ജനസമുദായങ്ങൾ മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും അവരെല്ലാം കൂടുതൽ കൂടുതൽ ഇടതുപക്ഷത്തോടടുത്തതിൻ്റെ ഉദാഹരണങ്ങളാണ് സമകാല കേരള ചരിത്രം. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഗവൺമെന്റ് ഈ നാട്ടിൽ അധികാരത്തിലിരിക്കുന്നു. ഞങ്ങൾക്കറിയാലോ, എല്ലാ ഭാഗത്തേക്കൊന്നും ഞാൻ പോണില്ല. ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞാൽ നമ്മളെ നാടിന് വന്ന ഒരു മാറ്റമുണ്ട്. ആ മാറ്റം തിരിച്ചറിയണം. കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കാൻ ധാരാളം കളവ് പറയാറുണ്ട്, അതിൻ്റെ അളവ് വർദ്ധിപ്പിച്ചോളൂ. പക്ഷേ സ്വയം അപഹാസ്യരാവാതിരിക്കാനുള്ള ഒരു ജാഗ്രത ഉണ്ടാവുന്നത് നല്ലതാണ് എന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കുക.